വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോക രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് പകലിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ 23-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം. 23-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ദൂതുകൾ അടങ്ങിയ സങ്കീർത്തനങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 6 വാക്യങ്ങൾ അടങ്ങുന്ന ഈ പുസ്തകത്തിൻ്റെ അകത്തളങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ സംഗീത പ്രമാണിയായിരിക്കുന്ന ദാവീദ് രാജാവാണ്. അപ്പോൾ തന്നെ ദൈവത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു ആത്മീക വ്യക്തിയാണ് ദാവീദ്. ഈ 23-ാം സങ്കീർത്തനം അറിയാത്ത ഒരു കുഞ്ഞു പോലുമില്ല. ആമേൻ. എല്ലാവർക്കും 23-ാം സങ്കീർത്തനം കാണാപ്പാഠമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അവിടെ നോക്കിക്കേ, ശത്രു കാണുക, അല്ലാതെ ഒരു ഭാഗത്ത് കൊണ്ട് ഒളിച്ചു നിർത്തിയിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ശ്രദ്ധിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ അവിടെ എവിടെയാണോ നിന്റെ തല താഴ്ത്തപ്പെട്ടത് അതേ സ്ഥലത്ത്, അതേ ജില്ലയ്ക്കകത്ത് നിന്നെ ഉയർത്തി അവർ കാണുക, നിന്നെ അനുഗ്രഹിച്ച് അവർ കാണുക, നിന്നെ ദൈവത്തിന് മാനിക്കേണ്ട വിധത്തിൽ ദൈവം നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ അവരെല്ലാവരും നോക്കി നിൽക്കെ ദാവീദിനെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്തോത്രം. അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദാവീദിൻ്റെ മേൽ ദൈവം അയച്ചു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പലപ്പോഴും ദൈവത്തോട്, ദൈവമേ ഇതിനൊക്കെ ഞാൻ യോഗ്യനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ 23-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ നീ അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാണുക വിരുന്നൊരുക്കുക മാത്രമല്ല, തലയെ അഭിഷേകം ചെയ്യുന്നൊരു ദൈവം കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്ന സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 6-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ജീവനുള്ള അപ്പം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദാവീദ് രാജാവ് പറയുകയാണ്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് എന്ത് ചെയ്യും? വിരുന്നൊരുക്കുന്നു. കണ്ടോ? ചില ചോദിക്കാറുണ്ട്, നിന്റെ ദൈവം നൂലെ കെട്ടി താഴെ ഇറക്കി തരുമെന്ന് ചോദിക്കാറുണ്ട്. കണ്ടോ? ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദാവീദിന് കൊടുക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. കണ്ടോ? ഇന്ന് പകലിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവദാസന് ദൈവശബ്ദത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് തയ്യാറാകുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണ്.
വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. 3 ദൂതുകളായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ തലയെ ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ, ഇല്ലേ, സഹോദരന്മാരെല്ലാം നോക്കി നിൽക്കേ, അപ്പനും അമ്മയും നോക്കി നിൽക്കേ, കൂടപ്പുറപ്പുകളെല്ലാം നോക്കി നിൽക്കേ, ദാവീദിന്റെ തലയെ ദൈവം എന്ത് ചെയ്തു? എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. എവിടെ നീ വെറുക്കപ്പെട്ടോ, എവിടെ നീ തള്ളപ്പെട്ടുവോ, അതേ സ്ഥലത്ത് അവർ നോക്കി നിൽക്കേ നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എന്തിനു വേണ്ടിയാ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നേ? രാജാവാക്കി നിന്നെ വാഴിക്കാനാ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഒരിക്കലായി അഭിഷേകം ചെയ്തെങ്കിൽ, ദൈവം നിന്നെ ഒരിക്കലായി നിന്നെ മാനിച്ചെങ്കിൽ അതെന്തിനു വേണ്ടിയെന്നറിയാമോ? നിന്നെ രാജാവായി, ആമേൻ, കർത്താവിൻ്റെ ഉദ്ദേശം നിന്നിൽ കൂടെ നിവർത്തിക്കുവാൻ വേണ്ടിയാ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആമേൻ. നോക്കി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു എണ്ണയെന്ന് തോന്നും, പക്ഷേ അതിനകത്തുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അടുത്തെന്താ വായിക്കുന്നത്? എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹൃദയമെന്ന പാനപാത്രം, ഹൃദയമെന്ന പാനപാത്രം ദൈവത്തിൻ്റെ സന്തോഷത്താൽ നിറഞ്ഞ് കവിഞ്ഞ് ഇന്ന് പകൽ ദൈവ പൈതലേ, ആമേൻ, പല വ്യാഖ്യാനങ്ങൾ അതിനകത്ത് വ്യാഖ്യാനികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്നും പോകുന്നില്ല. ആമേൻ. ആ കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക. ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിനകത്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആഗ്രഹിക്കുന്ന മേടുകളെ ജീവിതത്തിനകത്ത് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച്, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ, ആമേൻ, ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വെളിപ്പെടും. കർത്താവ് അങ്ങനെയായി ഇന്ന് പകൽക്കാലം പറയുന്നത്. ആമേൻ. ദാവീദ് പറയാ, എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കും. ആമേൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമെന്നറിയാമോ? കർത്താവിൻ്റെ അനുഗ്രഹം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവമേ, ഇന്ന് പകലിൽ എന്നെ നീ മാനിച്ചിരിക്കുക, സ്തോത്രം. എന്നെ നീ ഉയർത്തിയിരിക്കുക, സ്തോത്രം. എനിക്ക് വേണ്ടിയതെല്ലാം അങ്ങ് തന്നിരിക്കുക, സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവനാമത്തെ ഉയർത്തുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ സന്ദേശം കേട്ട മുഴുവൻ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണം. ആമേ. ശൂന്യതകളെ കർത്താവ് പണിയണമേ. പാനപാത്രങ്ങൾ നിറഞ്ഞു കവിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരുടെ കൂടെ ഇരിക്കണമേ. അപ്പ അവരിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ടെൻഷനുകളും രോഗശക്തികളും ദൈവാത്മാവ് വിടുവിച്ച് അവരെ പരിപാലിക്കണമേ എന്ന് ഓരോ കുടുംബത്തെ ദൈവം മാനിക്കണം. കൃപ കൊണ്ട് മറയ്ക്കും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.